ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് അമ്മ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു കേട്ടോ ഇത്. ആദ്യം നമ്മൾ പച്ചക്കറികളൊക്കെ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. അവിയലിന് നമുക്ക് നുറുക്കുന്ന അറിയാമല്ലോ, അപ്പോൾ അതുപോലെ ഇങ്ങനെ ക്യാരറ്റ് കുറച്ച് അധികം എടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ആവശ്യം ചേനയാണ്. അപ്പോൾ ചേന അവിയലിന് നുറുക്കുന്ന പോലെ നുറുക്കിയെടുക്കാം. ബാക്കി പച്ചക്കറി കൂടി നമുക്കിതുപോലെ അരിഞ്ഞെടുക്കാം. ക്യാരറ്റ്, മുരിങ്ങാക്കോൽ, കയ്പ്പയ്ക്ക, പയർ, ഇത്രയും പച്ചക്കറികൾ കൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മളൊരു അവിയൽ വയ്ക്കുന്നത്. ഇതിൽ നമ്മൾ കായ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. കായ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതുപോലെ നീളത്തിൽ നുറുക്കിയിട്ടെടുക്കാം. ക്യാരറ്റ് കുറച്ച് അധികം എടുക്കുന്നുണ്ട്. ശേഷം നാളികേരം കുറച്ച് തൈരും കൂടെ കൂട്ടി ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അരയണ്ട, ചതഞ്ഞാൽ മതി. നാളികേരമൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ നേരത്തെ നുറുക്കി വെച്ച പച്ചക്കറി കുക്കറിലിട്ടൊന്ന് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്ത പരുവാണ് ഈ കാണുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ അരച്ച് വെച്ച തൈരും കൂട്ടി അരച്ച് വെച്ച നാളികേരം ഒഴിച്ചു കൊടുക്കാം. നാളികേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചതിന് ശേഷം 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അടുപ്പത്തുനിന്ന് ഇറക്കി വയ്ക്കുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ചില സമയത്ത് നമ്മളിതിൽ ശർക്കര വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട് ഒരു മധുരത്തിന്. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഒന്ന് അങ്ങനെ ചെയ്ത് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ അവിയൽ. നമ്മൾ കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉടഞ്ഞ രീതിയിലാണ് അവിയൽ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം സദ്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവിയലല്ല ഇത്. നമ്മൾ ചോറിന് ഈ അവിയൽ മാത്രം കൂട്ടി കഴിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവിയലാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്